പോയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ മുകളിൽ ഒരു കോട്ട ഉണ്ട്. അതാണ് ബാലാക്കില. ഇന്ന് അത് കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ പോയാലും ഞങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമായതുകൊണ്ട് ഇന്ന് അത് ഓപ്പൺ അല്ലായിരുന്നു. ഇതിന്റെ തൊട്ടടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു. എന്നാ പിന്നെ അങ്ങോട്ട് പോവാന്നായി. ആവേശത്തിന്റെ പുറത്ത് എടുത്തു ചാടിയതാണെങ്കിലും കയറി കഴിഞ്ഞപ്പോ പിന്നെ വേണ്ടാന്ന് തോന്നി. ഞാൻ ഈ നടക്കുന്നത് കണ്ട് പറയായിരുന്നു വയസ്സന്മാർ ഇതിലും അടിപൊളിയായി നടക്കും. തമാശയായിട്ട് പറഞ്ഞാണെങ്കിൽ എനിക്കും കാര്യമായിട്ട് തോന്നി. ഇവിടേക്ക് ഒരു കറക്റ്റായ വഴിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് കയറുന്ന സമയത്ത് ഞാൻ 2-3 തവണ വീഴുകയൊക്കെ ചെയ്തു. ആ വീഴ്ചയിൽ നിന്ന് മുമ്പോട്ട് നടക്കാൻ കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് തോന്നി. ഇത് കയറി മുകളിലെത്തി. അപ്പം വിചാരിച്ചു ഏകദേശം എത്തിയേക്കുന്നു. പക്ഷെ ഇനിയും ഉണ്ടായിരുന്നു ഒത്തിരി ദൂരം. അങ്ങനെ ഇതാ ഈ കാണുന്ന പാറയമേലും കല്ലിലൊക്കെ പിടിച്ച് ഞാൻ മുകളിലെത്തി. ഇനി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ പറത്തിക്കുമോന്ന് അറിയില്ല. കാരണം എങ്ങനെയാ പോയതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും ഏകദേശം ഒരേപോലെ ആയതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം ഒരുപോലെ ആയതുകൊണ്ട് ഇത് കുഴപ്പമില്ലായിരുന്നു കയറാൻ വേണ്ടി. ഏതായാലും കയറി മുകളിലെത്തി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു താഴെ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും കയറിയത് വെറുതെ ആയില്ല എന്ന് അത് കണ്ടപ്പോൾ തോന്നി. അങ്ങനെ കയറി മുകളിലെത്തിയ സമയത്ത് നമുക്ക് ഈ കൊട്ടാരും കുളമൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തീർന്നില്ലല്ലോ, വീണ്ടും നടന്നു മുകളിലേക്ക്. ഇത് അവസാനം ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പോവാണ്. അമ്പലത്തിലേക്ക് താഴെ നിന്ന് വേറെ ആരെങ്കിലും വരാറുണ്ടോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. ചെന്നൈ എക്സ്പ്രസ് സിനിമയിലെ പോലെ ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു നിമിഷം ആലോചിച്ചു പോയി. ഇങ്ങനെ ഇതാ ഈ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ സഹിച്ച് കയറി എങ്ങനെയൊക്കെയോ ഇതാ പിടിച്ച് മുകളിലെത്തി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ അവസാനം അമ്പലത്തിലെത്തി. പൂജാരിയും ഞങ്ങൾ മാത്രമേ ആ അമ്പലത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് അമ്പലം. ഇങ്ങനെ അമ്പലത്തിൽ കയറി കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. വീഴാൻ വയ്യാത്തതുകൊണ്ട് ഈ വഴിയിലൂടെയാണ് ഇറങ്ങിയത്. പക്ഷേ ഈ തവണ വീണില്ല, മുള്ളുകളാണ് കൊണ്ടത്. അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ താഴെ ഇറങ്ങി. കയറി ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു കരിക്ക് കുടിച്ചു. പൊതുവെ സ്വീറ്റ്സിന്റെ ഒരു വലിയ ഫാൻ ഒന്നുമല്ല. ഒരുപാട് സ്വീറ്റ്സ് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് തോന്നി. പേരറിയാത്ത ഏതോ ഒരു സ്വീറ്റ് വാങ്ങി. അവര് പറഞ്ഞു തന്നിരുന്നു, എന്റെ അടുത്ത് മറന്നുപോയി. അത്രയുള്ളൂ. ടാറ്റാ, ബൈ ബൈ.